ബേപ്പൂരിലെ വീട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങാനോ മത്സ്യം വാങ്ങാനോ വഴിയിലേക്ക് ഇറങ്ങുന്ന നിരത്തിലേക്ക് ഇറങ്ങുന്ന ബഷീർ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കയറി കോഴിക്കോട് നഗരത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ബഷീർ, അങ്ങനെയുള്ള ബഷീറിനെ കാറിൽ വന്ന് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്ന സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പരമേശ്വരൻ നായരുണ്ട്, ശോഭന പരമേശ്വരൻ നായരുണ്ട്. അബ്ദുള്ള എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര നിർമ്മാതാവും പ്രസാധകനും മലയാളത്തിലെ ഒരുപാട് നല്ല സാഹിത്യകൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള സാഹിത്യ പരിശ്രമിയുമായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു തവണ ബഷീർ ഇതുപോലെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ വന്ന പിടിയെ അവർ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും അവരുടെ ആ കാർ യാത്ര വന്ന് അവസാനിക്കുന്നത് മദ്രാശിയിലാവുകയും ചെയ്തു. അവിടെ ഇരുന്നാണ് ബഷീർ ഭാർഗവീ നിലയത്തിൻ്റെ തിരക്കഥ എഴുതുന്നത്. ആ തിരക്കഥ എഴുതുന്ന സമയത്ത് ഒരു കയറ്റുകട്ടിലിൽ ബഷീർ ഇരിക്കുന്നു. കുറേ നേരം കയറ്റുകട്ടിലിൽ ഒപ്പവും അല്ലാത്തപ്പോൾ ഒരു സ്റ്റൂളിട്ട് താഴെയുമായി ഛായാഗ്രഹണ കലയുടെ അന്നത്തെ ഏറ്റവും വലിയ മൽപ്പാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രേഷ്ഠ ഗുരു വിൻസെൻ്റ് മാസ്റ്റർ ഇരിക്കുന്നു. അദ്ദേഹം ആദ്യമായി ഒരു ചിത്രം സംവിധാനം ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ്. ആ ഒരുക്കത്തോടു കൂടി അവരവിടെ ഇരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. തിരക്കഥ പൂർത്തിയായെങ്കിലും ശോഭന പരമേശ്വരൻ ആയിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു പങ്കാളിത്തത്തിനുള്ള സൗകര്യങ്ങൾ ഒത്തുവരാൻ വൈകിയതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു അവർ. ബഷീർ കഥകളിൽ നിന്നും സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് അതൊരു തീർത്ഥയാത്ര പോലെ ഇങ്ങനെ പ്രവഹിക്കുകയും അതിനിടയിൽ നിന്നും മുത്തുകൾ പോലുള്ള ചെറിയ കണ്ണികളെടുത്ത് ഇഴ ചേർത്തുകൊണ്ട് അവർ ഒരു തിരക്കഥ രചന പൂർത്തിയാക്കുകയുമാണ് ചെയ്തത്. വിൻസെൻ്റ് മാസ്റ്റർ പറയുന്നത് ഒരു തിരക്കഥ എപ്രകാരമാണ് സംവിധായകന് ഉയർന്നു വരേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യത അണുവിട പോലും തെറ്റാതെയാണ് ബഷീറിൽ നിന്നും അത് എഴുതി കിട്ടുന്നത്. അതിന് ദൃശ്യസാധ്യതകളെ കൊണ്ട് ബഷീറിനെ പ്രലോഭിപ്പിക്കുക എന്ന കർമ്മമാണ് താൻ ഏറ്റെടുത്തതെന്നാണ് വിൻസെൻ്റ് മാസ്റ്റർ പറയാറുള്ളത്. ഏതായാലും അവരുടെ സർഗാത്മകമായ ആ ബാന്ധവം മലയാളത്തിന് ഏത് കാലത്തും അഭിമാനപൂർവ്വം ചൂണ്ടിക്കാട്ടാവുന്ന ഒരു മനോഹരമായ പ്രണയചിത്രത്തിൻ്റെ സൃഷ്ടിക്കാണ് നിമിത്തമായത്. ഭാർഗവീ നിലയം എന്ന സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന അതിമനോഹരമായ ഭാഷാപ്രയോഗങ്ങൾ കൊണ്ട് കവിതയ്ക്ക് തുല്യമായ ഗസലുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സംഭാഷണ ശകലങ്ങൾ ബഷീറിൻ്റെ മാന്ത്രിക തൂലികയ്ക്ക് വഴിപ്പെട്ട് വിധേയത്വം പ്രഖ്യാപിക്കുന്നതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നാം കാണുന്നുണ്ട്. ഒരിക്കൽ പോലും അതിശയോക്തികളിലേക്ക് മൊഴികളിൽ കടന്നു പോകാതെ, എന്നാൽ സാധാരണഗതിയിൽ ഏത് നിമിഷവും ഒരല്പം അതിനാടകീയതയിലേക്ക് വഴി പിഴച്ചു പോയാൽ അവിശ്വസനീയമായി പോകാവുന്ന ഒരു കഥാബീജത്തെ എടുത്ത് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ആ ചിത്രം കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ഇന്ന് കാണുമ്പോഴും നമുക്ക് വിസ്മയം തോന്നാം. അതൊരു പ്രേത കഥയാണ്. ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ പോലും ഒരു ലവബിൾ ഗോസ്റ്റിനെ നാം സ്ക്രീനിൽ കാണുകയാണ്. നമുക്ക് പോലും പ്രേമിക്കാൻ തോന്നുന്ന വിധം വളരെ സ്നേഹവതിയായ ഒരു യക്ഷി. അതൊരു മർഡർ മിസ്റ്ററിയാണ്, അതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്, അതോടൊപ്പം അതിമനോഹരമായ ഒരു പ്രണയകഥയാണ്. ഭാർഗവീ നിലയം വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ പുനരാവിഷ്കരിക്കുവാനുള്ള ഒരാലോചനയുണ്ടായി. ഞാൻ അതിൻ്റെ ഒരു ഭാഗമാക്കായിരുന്നു. വിൻസെൻ്റ് മാസ്റ്ററുടെ തന്നെ സംവിധാനത്തിൽ MT ആ തിരക്കഥ പുനർരചിച്ചുകൊണ്ടുള്ള ഒരു ചലച്ചിത്രാവിഷ്കാരമാണ് ഞങ്ങൾ സങ്കല്പിച്ചത്. അവിടെ MT അന്നേ കണ്ട ഭാർഗവീ നിലയത്തിൽ തൻ്റേതായൊരു വ്യാഖ്യാനം ഞങ്ങളോട് പറയുകയുണ്ടായി. ആലോചിച്ച് നോക്കുമ്പോൾ അത് അവിധമാണ് പ്രകാശിപ്പിക്കേണ്ടതെന്നറിയാതെ ഞങ്ങളുടെ മനസ്സിലും അത്തരത്തിലുള്ളൊരു സാധ്യതയുടെ മിഴിവ് ഒരു നിലാവെളിച്ചം പോലെ നിറഞ്ഞ് വിളങ്ങി നിന്നിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഇത് രണ്ട് പ്രണയങ്ങളുടെ കഥയാണ്. ഒന്ന് ശശികുമാറും ഭാർഗവിയും തമ്മിലുള്ള പൂർവ്വകാലത്തെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥ. ഒരു നഷ്ടപ്രണയത്തിൻ്റെ അഭിശപ്തമായ ഭൂമികയിൽ നിന്ന് കടന്നു വരുന്ന ബഷീർ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം തന്നെപ്പോലെ തന്നെ പ്രണയ നൈരാശ്യത്തിൻ്റെ മുൾമുനകളിൽപ്പെട്ട് മുറിവേറ്റവനാണെന്ന തിരിച്ചറിവിൽ ഭാർഗവിക്കുട്ടിക്ക് അയാളോട് തോന്നുന്ന ഒരു പ്രത്യേകമായ മമത, അതൊരിക്കലും പ്രകാശിപ്പിക്കപ്പെടാത്ത അതിമനോഹരമായ ഈ ഒരു പ്രണയത്തിൻ്റെ, അത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും മരണമടഞ്ഞ് ഒരു നിഴൽ പോലെ മാത്രം പ്രത്യക്ഷയാകുന്ന ഒരു പ്രേതവും തമ്മിലുള്ള അതിമനോഹരമായ പ്രണയത്തിൻ്റെ നിഗൂഢമായ വ്യംഗ്യങ്ങൾ കൊണ്ട് മനോജ്ഞ സുന്ദരമായി എഴുതപ്പെട്ട ഒരു തിരക്കഥാ സാക്ഷ്യമായിരുന്നു എന്നാണ് MT അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. ബഷീർ അതിൽ പ്രയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങൾ, അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ചില നിമിഷങ്ങൾ പിന്നീട് ബഷീറിൻ്റെ തന്നെ മതിലുകൾ എന്ന് പറയുന്ന ഒരു രചനയെ ആസ്പദമാക്കിക്കൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ചിത്രം ഒരുക്കിയപ്പോൾ, മതിലുകൾ എന്നുള്ള പേരിൽ ഒരു ചിത്രം ഒരുക്കിയപ്പോൾ
അതിൽ ഈ ഭാർഗവി നിലയത്തിന് വേണ്ടി ബഷീർ എഴുതിയ ഒരു രംഗം, ഒരു പക്ഷേ ബഷീറിൻ്റെ തന്നെ ജയിൽ ജീവിതവുമായി ബന്ധമുള്ള ഒരു യഥാർത്ഥ നിമിഷം ഗോപാലകൃഷ്ണനും തൻ്റെ ചിത്രത്തിലേക്ക് ഇടചേർക്കുക. അത് ഒഴിവാക്കാൻ കഴിയാത്ത വിധം ബഷീർ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലെ ആ ചൈതന്യ സാന്നിധ്യത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി നമുക്ക് അനുഭവവേദ്യമാക്കി തരികയുണ്ടായി. മതിലിനപ്പുറം ഇപ്പുറവും കാമുകിയും കാമുകനും. ഒരു ചുവന്ന റോസാപ്പൂ എടുത്ത് കാമുകൻ അപ്പുറത്തേക്ക് എറിയുന്നു, കാമുകി അതെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് അതിൻ്റെ ഇതളുകളെ മെല്ലെ തഴുകുന്നു. കാമുകൻ അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുന്നു, രക്തചന്ദന നിറമുള്ള ഒരു റോസാപ്പൂ ഞാൻ അപ്പുറത്തേക്ക് എറിഞ്ഞിരുന്നു. താനത് കണ്ടില്ല എന്ന മട്ടിലാണ് നായികയുടെ പ്രസ്താവന. അതെ, അത് ചവിട്ടി അരച്ച് കളയരുത്. അപ്പോൾ അവൾ കുസൃതിയോടുകൂടി അതിൻ്റെ ദളങ്ങളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഇയാളെ ചൊടിപ്പിക്കുവാൻ വേണ്ടി ചോദിക്കുകയാണ്, ചവിട്ടി അരച്ച് കളഞ്ഞെങ്കിലെന്ത്? അതിന് മനോഹരമാണ് അയാളുടെ മറുപടി, ഒന്നുമില്ല, അതെൻ്റെ പാവം ഹൃദയമായിരുന്നു. ഇങ്ങനെ പ്രണയത്തെ അക്ഷരച്ചിമിഴിൽ അതിമനോഹരമായി സാക്ഷ്യപ്പെടുത്തുവാൻ ഇന്ത്യൻ സിനിമയിൽ അതിനു മുമ്പ് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷവും ആർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന വിസ്മയം ചോദ്യചിഹ്നമായി നമ്മുടെ മനസ്സിൽ ഉണർന്നു തന്നെ നിൽക്കുന്നു. എറണാകുളം ജില്ലയിൽ വരാപ്പുഴയ്ക്കടുത്ത് പുത്തൻപള്ളി എന്ന് പറയുന്ന തൊട്ടയൽപ്പക്കത്തുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് മേനാച്ചേരി തറവാട്. മലയാള സാഹിത്യത്തിലെ വിമർശന ധാരയിലെ ഏറ്റവും പ്രൗഢമായ ഒരു സാന്നിധ്യമായിരുന്നു MP പോൾ സാറിൻ്റേത്. MP പോൾ സാറിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ റോസി തോമസ്, CJ തോമസിൻ്റെ പ്രിയ പത്നി റോസി തോമസ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ കളിച്ചു വളർന്ന വീട്. ഒരു ദിവസം 3 പേർ അവിടെ കടന്നു വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഷീറിനോടൊപ്പം വന്ന് കൂട്ടത്തിലുണ്ടായിരുന്നു. പറഞ്ഞു കേട്ട കഥകളാണ്, പൊൻകുന്നം വർക്കിയും കാരൂരുമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതായാലും ബഷീർ അവിടെ കടന്നു വരുമ്പോൾ മുറ്റത്ത് ഉള്ള ഏതോ ഒരു മരത്തിൻ്റെ കായ്കൾ പറിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് കുട്ടികളെല്ലാം. പോൾ സാർ ഏതോ പ്രസംഗത്തിന് പുറത്തു പോയിരിക്കുന്നു. ബഷീർ പെട്ടെന്ന് ജുബ്ബ ഊരി വരാന്തയിൽ വെച്ച് മുണ്ട് തറ്റെടുക്കും പോലെ ഉടുത്ത് തൻ്റെ കയ്യിലുള്ള ഫയലും കാലം കുടയും അവിടെ വെച്ച് കുട്ടികളോടൊപ്പം മരത്തിൽ കയറി കുട്ടികൾക്ക് കൈയെത്തിച്ചാൽ കിട്ടാത്ത കൊമ്പിലുള്ള കായ്കൾ പറിച്ചവർക്ക് ഇട്ടുകൊടുക്കുകയും അവരോടൊപ്പം അവരുടെ കളിക്കൂട്ടുകാരനായി മാറുകയും ചെയ്തു. അപ്പോഴാണ് പോൾ സാർ ഗേറ്റ് കടന്നു വരുന്നത്. പോൾ സാറിനെ കണ്ടപ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടി ബഷീർ താഴേക്കിറങ്ങുകയും ഇവർ 4 പേരും ചേർന്ന് അകത്തേക്ക് പോവുകയും ആ വീടിൻ്റെ സ്വീകരണ മുറിയിലെ മരത്തിൻ്റെ ഒരു ഗോവണിയിൽ 2 പേരിയ്ക്കുകയും ബഷീർ താഴെ ഇരിക്കുകയും സോഫയിൽ ഇപ്പുറത്തിരുന്നു കൊണ്ട് പോൾ സാർ ദത്തശ്രദ്ധനായി ബഷീർ പറയുന്നത് കേൾക്കുകയും ചെയ്തു. കയ്യിലുള്ള ഫയൽ നിവർത്തിക്കൊണ്ട് ബഷീർ താൻ എഴുതിയ ഒരു കഥ വായിക്കുകയാണ്, ഒരു ചെറിയ നോവൽ വായിക്കുകയാണ്. ആ വായിക്കുന്നതിനിടയിൽ ബഷീറിൻ്റെ മുഖം ഇമയെടുക്കാതെ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കണ്ണുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന പോൾ സാറിൻ്റെ മുഖത്തെ ഭാവഭേദങ്ങളെ ശ്രദ്ധിക്കുന്നത്. ചുവന്ന് തുടുത്ത മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അത്രയും ഫെയർ കോംപ്ലക്സിനിടയിൽ നിസ്സാരമായ പ്രതികരണങ്ങൾ പോലും മുഖത്ത് രക്തം ഇരച്ചു കയറുവാനും ഭാവപ്രകാശനത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ വിന്യസിപ്പിക്കുന്നതിനും നിമിത്തമാകും. ചിലപ്പോഴൊക്കെ രക്തമിരച്ചു കയറി മുഖം ചുമക്കുന്നതും കവിളുകൾ വല്ലാതെ വിറകൊള്ളുന്നതും ചിലപ്പോഴൊക്കെ മുഖം പെട്ടെന്ന് മരവിച്ചിട്ടെന്നോണം തളരുന്നതും എല്ലാം കണ്ടുകൊണ്ട് ആകാംക്ഷയോടെയാണ് ബഷീർ വായന പൂർത്തിയാക്കുന്നത്. വായന പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം ബഷീറിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പോൾ സാർ ആ കഷണ്ടിത്തലയിൽ ഉമ്മ വെച്ചു എന്നാണ് ഓർമ്മ. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. ആ വാചകം തന്നെയാണ് ആ കൃതിക്ക് അദ്ദേഹം എഴുതിയ ആമുഖ കുറിപ്പിലും എഴുതിയിട്ടുള്ളത്. ഈ വാക്കുകളുടെ അരികിൽ ചോര കിനിഞ്ഞു നിൽക്കുന്നു എന്നാണ്. ബാല്യകാല സഖി എന്ന മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം പ്രകീർത്തിക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു പ്രണയ ദുരന്തത്തിൻ്റെ അക്ഷരസാക്ഷ്യത്തിൻ്റെ ആദ്യത്തെ വായനയായിരുന്നു അത്. ബാല്യകാല സഖിയിലെ മജീദും സുഹറയുടെ മരണവാർത്ത മജീദ് അറിയുന്ന ഒരു നിമിഷമുണ്ട്. എത്ര ആവർത്തി 10-40 വട്ടം ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ട്. 41ാമത്തെ വായനയ്ക്ക് വേണ്ടി അത് കയ്യിലെടുക്കുമ്പോഴും ആ നിമിഷം എത്തുമ്പോൾ ഇത് ഇങ്ങനൊരു നിമിഷത്തിൽ ഇയാളത് അറിയുമെന്നും ആ കഥ ദുരന്തത്തിലേ അവസാനിക്കുന്നുള്ളൂ എന്നും അറിഞ്ഞിരുന്നിട്ട് കൂടിയും എൻ്റെ മനസ്സ് ഇടറുകയും എൻ്റെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നത് എൻ്റെ മാത്രം സാക്ഷ്യമല്ല. എത്രയോ തലമുറകളായി ബാല്യകാല സഖി വായിക്കുന്നവർക്ക് സാഹിത്യത്തിൻ്റെ ധാരയിൽ തരംഗങ്ങൾ മാറി മാറി വരികയും വായനക്കാരൻ്റെ മനസ്സിൻ്റെ സഞ്ചാരവേഗത്തിൽ ഒരുപാട് പുതിയ അനുപാതങ്ങൾ ഇഴചേർക്കപ്പെടുകയും ചെയ്യുമ്പോഴും സനാതനമായി വളരെ സത്യസന്ധമായി ചില നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന മുറിപ്പാടുകൾക്ക് ഒരിക്കലും കാലാഹരണപ്പെടുവാനുള്ള നിയോഗമല്ല ഉള്ളത്. അവ അനശ്വരമായി അമൂർത്തമായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്.
ബഷീറിൻ്റെ കഥാപ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ബഷീറിൻ്റെ ജീവിതം എന്ന പുസ്തകം പുനർവായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. അണ്ഡകടാഹങ്ങളുടെ സൃഷ്ടാവായ പടച്ചവനോട്, അണുവിനെയും പുഴുവിനെയും ഉറുമ്പിനെയും ചെതലിനെയും സസ്യജീവജാലങ്ങളെ അത്രയും സൃഷ്ടിച്ച പരമകാരുണികനായ ദൈവത്തോട് നിരന്തരമായി കലഹിച്ചു കൊണ്ടിരുന്ന ഒരു മനസ്സാണ് ബഷീറിൻ്റേത്. ദൈവത്തോട് കലഹിക്കുന്നത്, ദൈവത്തോട് പരിഭവിക്കുന്നത്, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതിനേക്കാൾ കൂടുതൽ നൊമ്പരത്തിയിൽ വെന്തു തീറുകയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൽ പൊട്ടിവിടരുകയും ചെയ്യുന്ന ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റേതായൊരു കഥാപ്രപഞ്ചത്തിനിവിടെ പിറവി കൊടുത്തുകൊണ്ട് ഞാൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ നേരെ കീഴിലുള്ള മറ്റൊരു ഉപദൈവം എന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു. ആ അവകാശപ്പെടൽ എന്ന് പറയുന്നത് ആ ജീവിതം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്ന ബാക്കിപത്രത്തിൻ്റെ പൊരുളാണ്. ബഷീറിന് മരണമില്ല എന്ന് മലയാള ഭാഷയെ വിന്യസിക്കുന്ന തലമുറകൾ ഏറ്റുപറയുന്നതും അതുകൊണ്ടാണ്. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഉരുവിടുന്ന സംഭാഷണങ്ങൾ, നിശബ്ദതയിൽ പോലും വാചാലമായി അവർ ഉരുവിടുന്ന സംഭാഷണങ്ങൾ, ഒരു മനസ്സിൻ്റെ അകത്തുള്ള അറകളിൽ നാട്ടിയ ഒരു ആണിയിൽ കോർത്ത ചരട് വായിക്കുന്നവൻ്റെ കേൾക്കുന്നവൻ്റെ മനസ്സിൻ്റെ അകത്ത് മറ്റൊരു ആണിയടിച്ച് ഉറപ്പിച്ചുകൊണ്ട് കമ്പിയുടെ നൂൽച്ചരടിലൂടെ എന്ന വണ്ണം ആത്മാവിനോട് സംവദിക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു നൈരന്തര്യമാണ്. ആ ബഷീറിന് അക്ഷരങ്ങൾ കൊണ്ട് ഈശ്വരനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ അങ്ങയോട് മത്സരിക്കുവാൻ മാത്രം പ്രാപ്തനാക്കി എന്നെ സൃഷ്ടിച്ച അങ്ങയുടെ മഹത്വത്തിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഞാനെന്ന് അടിയറവായി പറഞ്ഞുകൊണ്ട് തുറന്നും ദൈവത്തോട് കലഹിച്ച, പരമകാരുണികനോട് കലഹിച്ച ബഷീറിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യ സുഹൃതമെന്ന് പറയുന്നത് ബഷീറിന് മരണമില്ല എന്ന മലയാളി തലമുറകളുടെ ഏറ്റുപറച്ചിലാണ്. ബഷീർ മരിക്കുന്നില്ല. മലയാള ഭാഷയിൽ ഉള്ളിടത്തോളം കാലം അമരനായി, അനശ്വരനായി ബഷീർ നമ്മുടെ ആത്മാവിൽ ചൈതന്യമായി സ്ഫുരിച്ചു നിൽക്കുന്നു.